ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് IGBSF ആയിരുന്നു കാശ്മീരിൽ 93-95. എനിക്ക് കാശ്മീരിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന്. അപ്പം ഇപ്പോൾ ഈ കുറച്ച് സീരിയസ് സിറ്റുവേഷനാണ് കാശ്മീരിൽ. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാണ്, ശരിയായിട്ടുള്ളത്. അപ്പം പാർട്ടി പവർ BJP ഉള്ളത് അവരെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ കാശ്മീരിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന്. അപ്പോൾ ഇയാളെ എക്സ്പീരിയൻസ് നോർത്തേൺ കമാൻഡിൽ 2 വർഷമുണ്ട്. അയാൾക്ക് കാശ്മീരിനെ പറ്റി നല്ല അറിയായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇയാളെ ചീഫാക്കിയത്. സൂപ്പർ സെഷൻ അല്ല ഇത് ശരിക്കും. ഇത് ആർമിയിൽ ഇപ്പം നടക്കുന്ന കാര്യം തന്നെയാണ്. ഇത് നത്തിങ് വെരി സ്പെഷ്യലായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇത്. ഇറ്റ് ഹാപ്പൻസ് ഇൻ ദി ആർമി. ശ്രീ ടോം വടക്കൻ, സൈന്യത്തിന് തന്നെ ഒരു മേധാവിയായിരുന്ന ആളുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. താങ്കളും ആദ്യം പ്രകടിപ്പിച്ച ആശങ്ക അതാണല്ലോ, ഈ കാശ്മീരിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ നിയമനം എന്തുകൊണ്ട് എന്ന്. അദ്ദേഹം ഫീൽഡിൽ കൂടുതൽ പരിചയസമ്പത്തുള്ള ആളാണ് എന്ന് വെച്ചുകൊണ്ട് സീനിയോറിറ്റി മറികടന്ന് നിയമനം നൽകുന്നത് രാഷ്ട്രീയവൽക്കരിക്കൽ തന്നെയാണെന്ന് ശ്രീ ടോം വടക്കൻ. ഇതിൽ സസ്പിഷൻ വരുന്നത് ഇവരുടെ ബിഹേവിയർ പാറ്റേണിലാണ്. ഭാരതീയ ജനത BJPയെ പറ്റി ഇപ്പോൾ രാജേഷ് പറയുകയുണ്ടായി. സർജിക്കൽ ഓപ്പറേഷൻ ആയാലും അവിടെ ഈ വർഷത്തിൽ 60 പട്ടാളക്കാർ മരിച്ചു. ഇത് 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇത്ര സംഭവിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ഇവരുടെ ഒരു അപ്രോച്ച് പൊളിറ്റിസൈസേഷനാണ് ആർമിയുടെ. കാരണം ആർമി എന്ത് ചെയ്യുന്നു അതിന് ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് ഡിഫൻസ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററാണ്. എവിടെയാണ് ക്രെഡിറ്റ് എടുക്കുന്നത്? ആർമി മീറ്റിംഗ്സിലോ വല്ലതും പറഞ്ഞാൽ കൊള്ളാം, പക്ഷേ ഇത് എവിടെയാണ്? പൊളിറ്റിക്കൽ റാലീസിലാണ് പ്രഖ്യാപിക്കുന്നത്. മറ്റേ സർജിക്കൽ ഓപ്പറേഷൻ്റെ പേര് എക്കണോമിക് ഇഷ്യൂസും ഇപ്പോൾ ഡിമോണിറ്റൈസേഷനും ഒരു സർജിക്കൽ ഓപ്പറേഷൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ആർമീനെ പൊളിറ്റിക്കൽ ഒരു കമ്പോണൻ്റ് ആക്കി മാറ്റി ഭാരതീയ ജനതാ പാർട്ടിയുടെ പോസ്റ്റേഴ്സ് ലക്നൌവിലും ഉത്തർപ്രദേശിലും പാവം പട്ടാളക്കാർ സ്വന്തം ജീവനെ പണയം വെച്ച് യുദ്ധം ചെയ്യുന്നു. ഇവർ വോട്ട് പിടിക്കാൻ ഉള്ള ശ്രമത്തിൽ എന്ത് ആർമി ചെയ്യുന്നു? ആർമിയെ പറ്റി ഞങ്ങൾക്ക് എക്സ്ട്രീം ഹൈ കോൺഫിഡൻസ് ഉള്ളവരാണ്. പക്ഷേ അതിനെ പൊളിറ്റിസൈസ് ചെയ്തിട്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ഈ പാർട്ടിയെ സംശയദൃഷ്ടിയിൽ ആരാ നോക്കാൻ പറ്റാത്തത്? ഈ രാജ്യത്തിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ 2 ഓഫീസേഴ്സ്, ഒന്നൊരു മൈനോറിറ്റി മെമ്പർ. അപ്പോൾ ചോദ്യങ്ങൾ വരുന്നപ്പോൾ ഞങ്ങളൊരു ഒപ്പോസിഷൻ പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ട ചുമതലയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഒരു കാര്യം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എലക്ഷൻ ആണ് ബേസിക്കലി. എലക്ഷന് വേണ്ടി എന്തും ചെയ്യാം. ഇപ്പോൾ പരേക്കർ പറയുന്നു ഈ എക്കണോമിക് ഡിമോണിറ്റൈസേഷൻ ചെയ്തത് ഈ രാജ്യത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലെ ലീഡേഴ്സിനെ എന്താ പറയുക, ബെഗേഴ്സ് ആക്കി. ഇത്ര ശ്രീ ടോം വടക്കൻ, ഇതിനിടയിൽ ശ്രീ MP രാജേഷ് ചൂണ്ടിക്കാണിച്ച കാര്യം ആദ്യവും പറഞ്ഞതാണ്, നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ പറഞ്ഞതാണ്. 1983 ശ്രീമതി ഇന്ദിരാഗാന്ധി എടുത്ത തീരുമാനം. അത് മാത്രമല്ല 1972 ഇതേ പ്രധാനമന്ത്രി തന്നെ, ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ ഇതേ തീരുമാനം തന്നെ എടുത്തതുമാണ്. അത് കൃത്യമായി ന്യായീകരിക്കുവാൻ കഴിയാത്ത കോൺഗ്രസിന് ഇപ്പോൾ എങ്ങനെ BJP സർക്കാർ എടുത്ത തീരുമാനത്തെ അതിൽ വിവാദമുണ്ടാക്കുവാനും അതിനെ എതിർക്കുവാനും കഴിയുമെന്ന് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഭരിച്ച സമയത്ത് മാത്രമാണ്. മഞ്ജുഷേ, ഞങ്ങളായിരുന്നു കുറച്ച് കാലം അധികം ഈ രാജ്യത്ത്, ഞങ്ങൾക്ക് ജനങ്ങളുടെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു. മഞ്ജുഷ, 2 ചോദ്യങ്ങളാണ്. ഞാൻ ഇതിനെപ്പറ്റി മിസ്സസ് ഗാന്ധിയുടെ വിഷയത്തിനെ പറ്റി ഞാൻ പറഞ്ഞു കൃത്യമായി. അവിടെ ഹൈലി ഡെക്കറേറ്റഡ് ഒരു ഓഫീസറായിരുന്നു അന്നത്തെ ജനറൽ വൈദ്യ. അതായിരുന്നു ആ ഒരു ഡിസിഷൻ്റെ കാരണം. പിന്നെ സംഭവിച്ചിരിക്കുന്നത് പല കാര്യങ്ങളും ഉണ്ടായി. ഐ ആം ദ കോൺഫിഡൻസ് ടു സേ, രാജേഷ് പറഞ്ഞ പോലെ ഒരു തെറ്റ് ഒരു മിനിറ്റിന് വിചാരിക്കുമോ അത് തെറ്റ് ചെയ്തു എന്ന്. ദാറ്റ് ഡസ് നോട്ട് മീൻ ദ ഭാരതീയ ജനതാ പാർട്ടി അതന്നെ റിപ്പീറ്റ് ചെയ്യുക. കാരണം ഞങ്ങളുടെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ആ സമയത്ത് ജസ്റ്റിഫിക്കേഷൻ പലപ്പോഴും ഉണ്ട്. ഇവിടെ പാർലമെൻറ്റിൽ ഇഷ്യൂ റേസ് ചെയ്ത കാര്യം ചോദിച്ചു. ഇത് ഇഷ്യൂ റേസ് ചെയ്ത കാര്യങ്ങളാണ്. അന്ന് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇഷ്യൂ റേസ് ചെയ്തതാണ്. റിയാലിറ്റി ചെക്ക് വന്നു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇത് പൊളിറ്റിസൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആർക്കും സംശയമില്ല. വാജ്പേയിജിയുടെ സമയത്ത് വല്ലപ്പോഴും വല്ല അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ വല്ല ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. കാരണം ഈ ഗവൺമെൻറ് ഈ ഡിസ്പെൻസേഷൻ്റെ ഒരു ഹാബിറ്റായിരിക്കുന്നു ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെയും മറികടന്ന്, ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ആയാലും
CVC ആയാലും CBIയുടെ അപ്പോയിൻമെൻറ്റ് ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞു, ഡ്യൂ പ്രോസസ്. ഞാൻ ഡ്യൂ പ്രോസസ്സ് ചോദിക്കട്ടെ, ഓപ്പോസിഷൻ ലീഡേഴ്സ് വേണം. അതിന് മുമ്പ് ഒരു അപ്പോയിൻമെൻറ്റ് CBIയുടെ ചീഫിന് ചാർജ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ എന്താ ഉത്തരം പറയാ? ജനങ്ങൾ ചോദിക്കുകയാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ PS ശ്രീധരൻപിള്ള, ഇപ്പോൾ കരസേനാ മേധാവിയുടെ കാര്യത്തിൽ മാത്രമല്ല CBI ഡയറക്ടറായുള്ള അസ്താനയുടെ നിയമനം, അതുപോലെ തന്നെ CVCയുടെ നിയമനം, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനം, ഇതിലെല്ലാം സംശയത്തിന് ഇട നൽകിയതാണല്ലോ കേന്ദ്ര സർക്കാർ. അതിന് പിന്നാലെയാണ് കരസേനാ മേധാവിയുടെ നിയമനവും വന്നത്. മഞ്ജുഷ ചോദിക്കുമ്പം എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം കൂടി തരണം. ആ 3 അപ്പോയിൻമെൻറ്റിൻ്റെ നമ്മുടെ രാജ്യത്ത് പാസ്സാക്കിയ നിയമം അനുസരിച്ച് അത് ചെയ്യേണ്ട ഒരു സംവിധാനം നമ്മുടെ സിവിലിയൻ സംവിധാനത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. ക്യാബിനറ്റ് അതിൻ്റെ കമ്മിറ്റിക്ക് മിലിറ്ററി ആർമി കൊടുക്കുന്ന ലിസ്റ്റിൽ അതിൽ നിന്നൊരാളെ സെലക്ട് ചെയ്യാൻ ക്യാബിനറ്റ് അധികാരം നൽകിയ പോസ്റ്റല്ല ആ പറഞ്ഞ 3. ഇത് ആടിനെ പട്ടിയാക്കുന്ന ഏർപ്പാട്. എനിക്ക് ടോം അടക്കൻ ഒരു കാര്യം, ഈ കോൺഗ്രസ്, ഞാൻ രാജേഷ് പറഞ്ഞതിനൊന്നും ഞാനിപ്പോൾ അധികം മറുപടി തരാൻ സമയം എടുക്കുന്നത്, നിങ്ങൾ എനിക്ക് സമയം തരില്ല. രാജേഷിൻ്റെ പാർട്ടി ചൈനയുമായിട്ട് യുദ്ധം ഉണ്ടായപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന് DAR അനുസരിച്ച് പിരിച്ചിട്ട നേതാക്കന്മാരുടെ പശ്ചാത്തലമുള്ളവരാണ്. അവരിന്നും അതിൽ നിന്ന് വലുതായിട്ടൊന്നും ഉള്ളിൽ മാറിയിട്ടില്ല, പുറമേ പറഞ്ഞാലും. അതുകൊണ്ട് പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അതിൻ്റെ അതേ ലൈനിലേക്കോ അതിനേക്കാൾ താഴേക്ക് വന്നിരിക്കുകയാണ്. അതാണ് എന്നെ ആശങ്കാകുലനാക്കുന്നത്. കാരണം ഒരു ദേശീയ പാർട്ടിയാണ്, ആ ചരിത്രമുള്ളവരാണ്. ശരിയാണ്, ജനങ്ങൾ നിരാകരിച്ചു, വളരെ നോമിനലായി പോയി, തിരിച്ചു പറഞ്ഞാൽ ക്ഷമിച്ചോളൂ. അതിന് ഇതാണോ മാർഗം? ഇവിടെ എന്ത് തെറ്റാ ചെയ്തത്? ബഹുമാനപ്പെട്ട രാമോഹൻ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? വന്നു, എക്സ്പീരിയൻസ് ഉള്ള ആളെ എടുത്തു. ഒറ്റ ചോദ്യത്തിന് എൻ്റെ ടോമടക്കൻ ഉത്തരം പറയട്ടെ. ഈ ക്യാബിനറ്റിലെ സബ് കമ്മിറ്റിക്ക് വേണ്ടി ലിസ്റ്റ് അയച്ചു കൊടുത്ത് അതിൽ നിന്നൊരാളെ എടുക്കാം എന്നാണ് അല്ലേ വ്യവസ്ഥ? ആ വ്യവസ്ഥ എന്തിനാണ് വെച്ചത്? രാജ്യത്തെ നിയമ സംവിധാനം എന്തിനാണ് വ്യവസ്ഥ വെച്ചിട്ടുള്ളത്? അതിനർത്ഥം മിലിറ്ററിയുടെ ഇതെല്ലാം നോക്കിയിട്ട് ചെയ്യണമെന്നുള്ളതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അത് വിവാദമാക്കിയിട്ട് അതിൻ്റെ പേര് ജനങ്ങളുടെ ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നവർ നമ്മുടെ രാജ്യത്തിൽ ഇന്ന് നാളെ BJP ഇന്ന് അധികാരത്തുണ്ട്, നാളെ ഉണ്ടാവും. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നാളെ ആര് വന്നാലും ഏത് പാർട്ടി വന്നാലും ഈ രാജ്യം നിലനിൽക്കണ്ടേ? ഇതിനുള്ളിൽ ഇങ്ങനെ കാറ്റ് വരച്ച് നാളെ കൊടുങ്കാറ്റ് വരുന്ന സ്ഥിതി ഉണ്ടായാൽ അപകടമല്ലേ? ടോമടക്കം ചിന്തിക്കട്ടെ. രാജേഷിനോട് എനിക്കത്, ഞാൻ രാജേഷിനെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പാർട്ടി 46 മുതൽ ഇന്ത്യ വിഭജിക്കുന്ന കാലം തൊട്ട് അവരുടെ നിലപാടതാ. ഒരിക്കലും അവരുടെ ഉള്ളിൽ ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി അവർ നിലക്കൊള്ളാറില്ല, വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതിനപ്പുറം. അതുകൊണ്ട് അവരവരുടെ ലൈനുമായിട്ട് വോട്ട് സ്വാതന്ത്ര്യമുണ്ട്, അവർ ചെയ്യട്ടെ. പക്ഷേ ടോമടക്കൻ്റെ പാർട്ടി കോൺഗ്രസ് ഈ കാര്യം ചെയ്യുമ്പം ജഡ്ജിമാരുടെ നിയമനം, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത് കൊളീജിയമാണ്. 70 കാലഘട്ടത്തിൽ എന്തായിരുന്നു? ഗവൺമെൻറ് ഇഷ്ടമുള്ള ആളിനെ നിയമിക്കാം. അതിൽ സീനിയോറിറ്റി ആയിരുന്ന ഘടകമാണ് ഉണ്ടായിരുന്നത്. ആ 3 ജഡ്ജിമാർ ഹെഗ്ഡെയും ഗ്രോവറും ഷെലാത്തും ഉൾപ്പെടെ 3 പേരെ സൂപ്പർസീഡ് ചെയ്തില്ലേ? ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത ആളുകളാണ്. ഇതിലൊരിക്കലും വിവാദമാകാത്തൊരു വിഷയം ഇന്ന് വിവാദമാക്കി കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ. അതിനിടയ്ക്ക് താങ്കൾ പറഞ്ഞില്ലേ ന്യൂനപക്ഷക്കാരൻ ഒരുത്തൻ നാളെ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് പോയിട്ട് ഇതാ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആ 16 കോടി വരുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് ഇവർ വോട്ട് പിടിക്കാൻ പോകും. അതിനുള്ള വിതയ്ക്കലാണ് ഇപ്പം നടക്കുന്നത്. അത് വിതയ്ക്കാണ്, അത് കൊയ്യാൻ പോകുന്നില്ല. നമ്മുടെ രാജ്യമാണ് വലുത്, രാഷ്ട്രീയമല്ല വലുത് മിസ്റ്റർ വടക്കൻ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ ചെയ്ത് തെറ്റാണ് എന്നുള്ള അഭിപ്രായം, ഈ ചർച്ച തന്നെ തെറ്റാണെന്നുള്ള അഭിപ്രായം. ശ്രീ PS ശ്രീധരൻപിള്ള പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് താങ്കൾ നേരത്തെ 1983-ലെയും 72-ലെയും കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് ശ്രീ ടോം വടക്കൻ നൽകിയ മറുപടി താങ്കൾക്ക് തൃപ്തികരമായി തോന്നുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ അതിനുശേഷം ശ്രീ PS ശ്രീധരൻപിള്ള പറഞ്ഞ കാര്യം, ഈ 3 പേരുടെ ലിസ്റ്റിലെ 3-ാമനായി വന്നിരുന്ന സദേൺ കമാൻഡ് ചീഫ് PM ഹാരിസ്, അദ്ദേഹം 3-ാമനല്ല 2-ാമനാണ്. ഏറ്റവും മുന്നിൽ പ്രവീൺ ബക്ഷിയായിരുന്നു, 2-ാമത് സീനിയോറിറ്റിയുടെ കാര്യത്തിൽ ശ്രീ PM ഹാരിസ് ആയിരുന്നു, അതിനുശേഷമായിരുന്നു ബിപിൻ റാവത്ത്. അദ്ദേഹത്തിൻ്റെ മൈനോറിറ്റി സ്റ്റാറ്റസ് കാരണമാണ് അദ്ദേഹത്തിന് ഈ പദവി നിഷേധിക്കപ്പെട്ടത് എന്ന രൂപത്തിലുള്ള കോൺഗ്രസിൻ്റെ ആരോപണം. അതിലും CPM പങ്കാളിയാവുകയാണോ അതേ ആരോപണം തന്നെ? ഒന്ന്, ശ്രീ ടോം വടക്കൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാനിനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. എന്തുകൊണ്ട് എന്നുള്ളത് കോൺഗ്രസ് വിശദീകരിക്കേണ്ടതാണ്. അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചതിൽ വ്യക്തതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തുകൊണ്ടാണ് അന്ന് സീനിയോറിറ്റി മറികടന്നത് എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ വ്യക്തതയില്ലാത്തൊരു വിശദീകരണം നൽകുമ്പോൾ ശ്രീധരൻപിള്ളയ്ക്ക് കുറച്ചുകൂടി സൗകര്യമാവും. ബി ജെ പിക്ക് പറയാം, നിങ്ങളും ചെയ്തതല്ലേ ഞങ്ങളും ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. പല കാര്യങ്ങളിലും അങ്ങനെ BJPക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നതാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലും പറയുന്നത് നിങ്ങൾ തുടങ്ങിയതല്ലേ ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത്. എല്ലാ കാര്യത്തിലും എന്നതുപോലെ കോൺഗ്രസും BJPയും തമ്മിൽ ചില സമാനതകളുണ്ട്. രണ്ടും ഒരുപോലെയാണെന്നൊന്നും ഞാൻ പറയില്ല, ചില സമാനതകളുണ്ട്.
അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങൾ കൂടിയാണ് BJPക്ക് ഇങ്ങനെ വളർന്നു വരാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത്. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞത് ന്യൂനപക്ഷക്കാരനാണ് ഒരാൾ എന്നുള്ളതാണ്. ഞങ്ങളിതിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് 2 പേരെ മറികടന്ന്, ഒരാളെ പോലും അല്ല 2 പേരെ മറികടന്ന് ഇത്തരത്തിലൊരു നിയമനം നടത്തി എന്നത് വിശദീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത് പതിവായിട്ട് അങ്ങനെ ഒരു പാനലിൽ നിന്ന് ഇഷ്ടമുള്ള ആളുകളെ സർക്കാർ നിയമിക്കലാണെങ്കിൽ ശരി, അങ്ങനെയല്ല. ചരിത്രത്തിൽ 70 വർഷത്തെ ചരിത്രത്തിൽ 2 തവണ മാത്രമേ അതുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ 3ാമത്തെ തവണ അത് സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ 2 പേരെയാണ് ഒറ്റയടിക്ക് മറികടന്നിട്ടുള്ളത്. ആ മറികടന്നത് എന്തുകൊണ്ട് എന്നുള്ളതിന് വിശദീകരണം തീർച്ചയായിട്ടും നൽകണം. ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങളിപ്പോൾ പോയിട്ടില്ല. പക്ഷേ ഈ മറികടന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് വളരെ അസാധാരണമാണ്, സംശയാസ്പദമായിട്ടുള്ള നടപടിയാണ്. പിന്നെ ഇപ്പോൾ നോർത്തേൺ കമാൻഡിൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് നോക്കേണ്ടത് എന്ന് ഒരു സാധാരണ ആൾ എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ ഇ.എൻ. റാംമോഹന് BSFൻ്റെ ഡയറക്ടർ ജനറൽ എന്ന നിലയിലുള്ള അനുഭവമുണ്ട്. പക്ഷേ BSF പോലും സൈന്യമല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ കാശ്മീരിലെ എക്സ്പീരിയൻസിനെയും എക്സ്പെർട്ടൈസിനെയും എല്ലാം മാനിച്ചുകൊണ്ട് ആദരവോടെ തന്നെ ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞു നോർത്തേൺ കമാൻഡിൻ്റെ എക്സ്പീരിയൻസ് ആണ് അതിന് മാനദണ്ഡമായത് എന്നുള്ളതാണ്. BSF അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ BSF ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ള അർദ്ധസൈനിക വിഭാഗം ആണ് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ സൈന്യത്തിൽ ഇത്തരത്തിലൊരു നടപടി അസാധാരണമാണ്. 2 തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തുകൊണ്ട് സൈന്യത്തിൽ ഇത്തരമൊരു നടപടി സ്വീകരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വിശദീകരിക്കാൻ ബാധ്യസ്ഥമാണ്. മൂന്നാമതൊരു കാര്യം, ശ്രീധരൻപിള്ള, അത് രാഷ്ട്രീയമാണ്. ശ്രീധരൻപിള്ളയെക്കുറിച്ച് ഞാൻ നേരത്തെ കൊടുത്തൊരു കോംപ്ലിമെൻറ്റ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോടൊക്കെ വിയോജിപ്പുള്ളപ്പോഴും ആ കോംപ്ലിമെൻറ്റ് കുറച്ചധികമായി പോയി എന്നെനിക്കിപ്പോൾ തോന്നാൻ ഇടയാവുന്നു. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു സാധാരണ RSS പ്രചാരകൻ്റെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശസ്നേഹത്തെയൊക്കെ ചോദ്യം ചെയ്തു. തുരുപ്പ് ചീട്ടതാണല്ലോ, നിക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ പുറത്തെടുക്കുന്ന ആയുധമാണ്. 47 മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചൈന യുദ്ധത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയുകയുണ്ടായി. അന്ന് 62 ചൈന യുദ്ധകാലത്ത് യുക്തിസഹമായ ഭ്രാന്തില്ലാത്ത ഒരു നിലപാട് പറഞ്ഞതിൻ്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയത്. ആ പറഞ്ഞിടത്തേക്ക് ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചകൾ നടക്കണം എന്നിടത്തേക്ക് പിന്നീട് എത്തിച്ചേർന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. ശ്രീധരൻപിള്ള ഓർമ്മിക്കണം. നരേന്ദ്രമോദി വന്നപ്പോഴും ചൈനീസ് പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്നതും 2 പേരും ഒരുമിച്ചിരുന്ന് ഊഞ്ഞാലാടിയതും എല്ലാം ശ്രീധരൻപിള്ള ഓർമ്മിക്കുന്നുണ്ടാവും. ഇടവേള വേണം, അതുകൊണ്ടാണ് ഇടവേളയ്ക്ക് ശേഷം ചർച്ച.